ഇപ്പോൾ മഹുവ മൊയ്ത്ര MP തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം ലോക്സഭാംഗമായ മഹുവ മൊയ്ത്ര MP പുറത്താക്കിയിരിക്കുന്നു. മഹുവയുടെ ഭാഗത്ത് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു എന്നാണ് പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അനക്സുകൾ ഉൾപ്പെടെ റിപ്പോർട്ടിൽ 400-ലേറെ പേജുകളുണ്ടെന്നും പരിശോധിക്കാൻ അംഗങ്ങൾക്ക് സമയം നൽകണമെന്നും കോൺഗ്രസിന്റെ ലോക്സഭയിലെ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് പഠിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചുവെന്നാണ് BJP അംഗങ്ങൾ നൽകുന്ന മറുപടി. BJP അംഗങ്ങൾക്ക് വിപ്പ് നൽകിയതിനെ മനീഷ് തിവാരി ചോദ്യം ചെയ്തു. സഭ ഇന്ന് കോടതിയുടെ ജോലി ചെയ്യുകയാണെന്ന് മനീഷ് തിവാരിയുടെ പരാമർശം സ്പീക്കർ ഇടപെട്ട് തിരുത്തി. ഇത് സഭയാണ്, കോടതിയല്ലെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. വിഷയത്തിൽ നിശിതമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ മഹുവയെ പുറത്താക്കിയെന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്നത്തെ സഭാ നടപടികൾ എത്തരത്തിലായിരുന്നു? പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്നത് നാം കണ്ടതാണ് നേരത്തെ. മഹുവ മൊയ്ത്രയെ ഭാഗത്തു നിന്നും ഗുരുതരമായ കുറ്റകൃത്യം സംഭവിച്ചു എന്നും അതുകൊണ്ട് തന്നെ മഹുവയെ പുറത്താക്കണം എന്നുമുള്ള ശുപാർശയാണ് എത്തിക്സ് കമ്മിറ്റി ഇന്ന് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. സമിതി അധ്യക്ഷൻ വിനോദ് സോങ്കർ തന്നെയാണ് റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. പിന്നീട് സഭ സമ്മേളിച്ച 2 മണിക്ക് ഈ വിഷയത്തിൽ സർക്കാരിന് വേണ്ടിയുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അവതരിപ്പിച്ചു. മഹുവയെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് പ്രമേയം. തുടർന്ന് 30 മിനിറ്റോളം ചർച്ചയാണ് സ്പീക്കർ ഈ വിഷയത്തിൽ അനുവദിച്ചത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച കോൺഗ്രസ് സഭാകക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി 2 മണിക്കൂർ മാത്രമാണ് തങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് 400 പേജിലേറെയുള്ള ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സമയം ലഭിച്ചതെന്നും അതിന് മതിയായ സമയം ലഭിച്ചില്ല എന്നും അതുകൊണ്ട് 3 ദിവസങ്ങൾക്ക് ശേഷം വിഷയം ചർച്ച ചെയ്യും ആവശ്യപ്പെട്ടത്. കാരണം ഒരു സഭാംഗത്തിന്റെ അംഗത്വം റദ്ദാക്കുന്ന അല്ലെങ്കിൽ പുറത്താക്കുന്ന നടപടി ആയതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഗൗരവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നാണ് അധിർ രഞ്ജൻ ചൗധരി ആവശ്യപ്പെട്ടത്. എന്നാൽ അത് അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. തുടർന്ന് സംസാരിച്ച കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഇതിലെ നടപടിക്രമങ്ങളിലെ പാളിച്ചകൾ കാണിച്ചു. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇന്ന് സഭ സമ്മേളിച്ചിരിക്കുന്നത് ഒരംഗത്തിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അംഗം ചെയ്ത തെറ്റെന്ത് എന്ന് വിലയിരുത്തുക, ഒപ്പം തന്നെ ശിക്ഷ എന്ത് എന്ന് നിശ്ചയിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ഇന്ന് സഭയ്ക്കുള്ളത് എന്നും അതുകൊണ്ട് തന്നെ മതിയായ സമയമെടുത്ത് മാത്രമേ അത് നിർവഹിക്കാനാകൂ. കൂടാതെ ഇത്തരത്തിൽ കോടതിയുടെ ജോലി ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അംഗങ്ങൾക്ക് വിപ്പ് നൽകിയ BJPയുടെ നടപടി അംഗീകരിക്കാനാകില്ല എന്നും സഭ ഉടൻ ഇന്നത്തേക്ക് പിരിഞ്ഞ് ഈ BJPയുടെ വിപ്പ് പിൻവലിച്ച ശേഷം പിന്നീട് സമ്മേളിച്ച് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യണമെന്നും മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അത് സ്പീക്കർ ഓം ബിർള തിരുത്തുകയായിരുന്നു. ഇത് ലോക്സഭയാണ്, കോടതിയല്ല എന്നാണ് അദ്ദേഹം ബൽറാം, ഇന്നത്തെ നടപടികളിൽ എത്ര പേർ ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു, എത്ര പേർ എതിർത്ത് വോട്ട് ചെയ്തു? ശ്രീലക്ഷ്മി, ഇന്ന് BJP അംഗങ്ങൾക്ക് BJP വിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് നടന്നത് ശബ്ദ വോട്ടോടെയാണ് പ്രമേയം പാസാക്കിയത്. അതുകൊണ്ട് തന്നെ BJPയുടെ മുഴുവൻ അംഗങ്ങളും, നിലവിൽ സഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളും വിപ്പ് അനുസരിച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ലോക്സഭയിൽ BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് തന്നെ ശബ്ദ വോട്ടോടുകൂടി ഈ മഹുവ മൊയ്ത്രയെ പുറത്താക്കണം എന്ന പ്രമേയം, സർക്കാരിന്റെ പ്രമേയം പാസ്സാവുകയായിരുന്നു. ഇതോടെ മഹുവ മൊയ്ത്ര പ്രതിപക്ഷത്തിന്റെ സർക്കാരിനെതിരായ ഏറ്റവും മൂർച്ചയുള്ള ആയുധം, ആ ഒരു അംഗമാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ശക്തമായ പ്രതികരണമാണ് ഇന്ന് രാവിലെ തന്നെ മഹുവ മൊയ്ത്ര ഈ വിഷയത്തിൽ നൽകിയത്. വസ്ത്രാക്ഷേപം നടത്തിയ BJP മഹാഭാരത യുദ്ധം കാണേണ്ടി വരും എന്നായിരുന്നു മഹുവ മൊയ്ത്രയുടെ പ്രതികരണം എന്നുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്ന് മഹുവയുടെ പെരുമാറ്റവും. മഹുവയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാണ് തൃണമൂലിന്റെ സഭാകക്ഷി നേതാവ് സുദീപ് ബന്ദോപാധ്യായ ഇന്ന് സഭയിൽ സംസാരിച്ചത്. എന്നാൽ നീണ്ട നേരം നിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സ്പീക്കറും BJP അംഗങ്ങളും അത് നിഷേധിക്കുകയായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചത് നേരത്തെ ബംഗാളിൽ നിന്ന് തന്നെയുള്ള സ്പീക്കർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, സോംനാഥ് ചാറ്റർജി സ്പീക്കർ ആയിരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ചോദ്യക്കോഴ വിവാദം ഉയർന്നപ്പോൾ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ല. ആരോപണ വിധേയരായ അംഗങ്ങൾക്ക്
നേരത്തെ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിച്ചത് ആണത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭയ്ക്കകത്ത് അവർക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് നിലപാടെടുത്തത്. തുടർന്ന് കല്യാൺ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവനായും മഹുവയെ പിന്തുണച്ച് സംസാരിച്ചു. അതിൽ ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ടായത് JDU അംഗത്തിന്റെ ഭാഗത്തു നിന്നാണ്. മഹുവയ്ക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ പാർലമെന്റ് ലോഗിൻ വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ താൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫാണ് തങ്ങൾക്ക് വേണ്ടി Ethics committee has also not allowed Mahua Moitra to cross-examine the most important person, Hiranandani, who has given the affidavit. Neither Hiranandani has come and deposed before the ethics committee that this affidavit was filed by him, or the contents of the affidavit were not allowed to be cross-examined by Mahua Moitra. At every stage there was a violation of law, and at every stage this is only pointed that to make a punishment against her. This is a complete in violation of the constitutional provision, and there is no provision under the constitution or under the rule that the house can expel any member into submission. This committee and this report has broken every rule in the book. In essence, you are finding me guilty of breaching a code of ethics that does not exist. The committee is punishing me for engaging in a practice that is routine, accepted, and encouraged in the House. The findings are based solely on the written testimonies of two private citizens whose versions contradict each other in material terms, none of whom I was allowed to cross-examine. One of the two private citizens is my estranged partner who, with malified intention, masqueraded as a common citizen in front of the committee. The two testimonies have been used to hang me. They're at polar opposites to each other. The complainant says I accepted cash in consideration from a businessman to ask questions in furtherance of his commercial interests. But the businessman's suo motu affidavit says I pressurized him into uploading questions to further my agenda. The two are at polar opposites. The ethics committee, without getting to the root of this, has decided to hang me. It refused to summon the businessman to orally testify, and there is no evidence of any cash, of any gifts anywhere. The recommendation of expulsion is based solely on the ground that I have shared my Lok Sabha portal login. There are no rules whatsoever to govern the sharing of logins. As the hearing of the ethics committee demonstrates, all of us MPs are conveyor belts to get questions from the public, from citizens, and to voice that in parliament. What is important is that if this Modi government thought that by shutting me up, they are going to do away with the Adani issue, let me tell you this, that this kangaroo court has only shown to the all of India that the haste and the abuse of due process you have used demonstrates how important Mr. Adani is to you, and to what length you will go to harass a single woman MP into shutting her into submission. Tomorrow the CBI will be sent to my house. I'm sure they will harass me for the next 6 months. But I would like to ask, what about the 13,000 crore coal scam of Mr. Adani that the CBI and the ED have not found place to look at? You tell me I have compromised national security with a login portal? Mr. Adani is buying all our ports, all our airports, and his shareholders are foreign professional investors, and the Ministry of Home Affairs is giving them clearance to buy all our infrastructure. Ramesh Biduri stands up in Parliament and says to Danish Ali, he's one of 26 Muslim MPs, only one of 26. In a country of 200 million Muslims, the BJP has 303 MPs and has not sent one Muslim to Parliament. Ramesh Biduri stood up and told Danish Ali, ye bhadwa, ye katwa, no action has been taken. Nothing has been taken. You hate minorities. You hate women. You detest Nari Shakti. You cannot handle power and authority. I'm 49 years old. I will fight you for the next 30 years inside Parliament, outside Parliament, in the gutter, on the streets. Adim hang hingstra manobikatar jodi ami keu hoi, shojon harane shoshane toder chita ami tulboi. We will see the end of you. Do not wonder. Punjab, Sindh, Gujarat, Maratha, Dravida, Utkala, Bango. You don't have the Punjab.
Sindh is not ours. Dravid is not yours. Utkal is not yours. Bongo is not yours. Where do you think you're going to rule us? Where do you think you get this brute majority from? The Ethics Committee has no power to expel. You have assumed the powers of a quasi-judicial authority and imposed a penalty on me that you have no power to do. You have disregarded due process, proportionality, and abused every tenet. This is the beginning of your end. जब नाश मनुष्य पर छाता है तो पहले विवेक मर जाता है. We're going to come back and we're going to see the end of you. So thank you very much. Thank you.